നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ശ്രമിച്ചാലും വർഷങ്ങളായി ഒരേ അവസ്ഥയിൽ തന്നെ തുടരുന്നതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ ജീവിതത്തിൽ വളരെ വേഗത്തിൽ വിജയങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നോട്ടു പോകുമ്പോൾ മറ്റു ചിലർ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുന്നു. ഇതിന് കാരണം അവരുടെ തലവരെയോ അതോ അവർക്ക് ഭാഗ്യമില്ലാത്തതോ ആണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. ഒരു വ്യക്തിയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അവരുടെ ഭാഗ്യമല്ല, മറിച്ച് അവരുടെ ദൈനംദിന ശീലങ്ങളും ചിന്താഗതികളുമാണ്. നമ്മളെല്ലാവരും ജനിക്കുന്നത് ഒരേ സമയക്രമത്തിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും തെരുവോരത്ത് കിടന്നുറങ്ങുന്ന വ്യക്തിക്കും ഒരു ദിവസം ലഭിക്കുന്നത് കൃത്യം 24 മണിക്കൂറുകൾ തന്നെയാണ്. എന്നാൽ ആ 24 മണിക്കൂർ അവർ എങ്ങനെ ഉപയോഗിക്കുന്നു, അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നതിലാണ് അവരുടെ ഭാവി അടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. എല്ലാവർക്കും വലിയ സ്വപ്നങ്ങളുണ്ട്. നല്ലൊരു വീട്, സാമ്പത്തിക ഭദ്രത, സമൂഹത്തിൽ ഒരു സ്ഥാനം എന്നിവയെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ വെറും ആഗ്രഹം കൊണ്ട് മാത്രം ആരും വിജയിച്ചിട്ടില്ല. ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട്, ചില ശീലങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ അതിനേക്കാൾ പ്രധാനം എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്ന് തിരിച്ചറിയുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും ഗതിപിടിക്കാത്ത, എപ്പോഴും പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങുന്ന ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ അവരിൽ സമാനമായ ചില സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ പോലും അറിയാതെ അവരെ പുറകോട്ടു വലിക്കുന്ന അത്തരം ചില നെഗറ്റീവ് ശീലങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. ഈ ശീലങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അത് വെള്ളത്തിൽ വരച്ച വര പോലെയാകും. അതിനാൽ വിജയത്തിലേക്കുള്ള ആദ്യപടി നമ്മുടെ ഉള്ളിലെ ഈ നെഗറ്റീവ് ശീലങ്ങളെ തിരിച്ചറിയുകയും അവയെ വേരോടെ പിഴുതെറിയുകയും ചെയ്യുക എന്നതാണ്. ഈ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ പ്രതികരണവും വളരെ വിലപ്പെട്ടതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത ആളുകൾ സ്ഥിരമായി ചെയ്യുന്ന, നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ട 5 പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ തെറ്റ് അലസതയും കാര്യങ്ങൾ നാളത്തേക്ക് നീട്ടിവെക്കുന്ന ശീലവുമാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത് അലസതയാണ്. ഒരിക്കലും ഗതിപിടിക്കാത്ത ആളുകളുടെ ഏറ്റവും വലിയ ലക്ഷണമാണിത്. അവർക്ക് എല്ലാം നാളെ ചെയ്താൽ മതി. ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അത് എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. ഒരു പുതിയ കാര്യം പഠിക്കാനോ ഒരു പുതിയ ജോലി തുടങ്ങാനോ എന്തിന് രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേൽക്കാൻ പോലും ഇവർ തയ്യാറാകില്ല. എപ്പോഴും ഒരു കംഫർട്ട് സോണിനുള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. തങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകാത്ത സുരക്ഷിതമായ ഒരു ചുറ്റുപാടിൽ നിന്ന് പുറത്തുവരാൻ ഇവർ ഭയപ്പെടുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ കംഫർട്ട് സോണിന് പുറത്താണ് വിജയമുള്ളത്. അലസത എന്നത് ഒരു മയക്കുമരുന്ന് പോലെയാണ്. തുടക്കത്തിൽ അത് നമുക്ക് വലിയ ആശ്വാസവും സുഖവും നൽകും. എന്നാൽ സമയം കഴിയുന്തോറും അത് നമ്മളെ കാർന്നു തിന്നുകയും നമ്മുടെ കഴിവുകളെ ഇല്ലാതാക്കുകയും ചെയ്യും. നാളെ ചെയ്യാമെന്ന ഒറ്റ വാക്ക് കാരണം തകർന്നടിഞ്ഞ എത്രയോ സ്വപ്നങ്ങളുണ്ട്. നാളെ എന്നത് ഒരിക്കലും വരാത്ത ഒരു ദിവസമാണ്. നമ്മൾ ഒരു കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ വിജയത്തെ ഒരു ദിവസം കൂടി വൈകിപ്പിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ എല്ലാ പക്ഷികളും എവിടെയെങ്കിലും ഒരു അഭയസ്ഥാനം തേടിപ്പോകുമ്പോൾ പരുന്ത് മാത്രം മേഘങ്ങൾക്ക് മുകളിലേക്ക് പറന്നുയരുന്നു എന്ന് പറയുന്നതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടാതെ അതിനെ നേരിടാനുള്ള ചുറുചുറുക്കാണ് നമുക്ക് വേണ്ടത്. അലസത മാറ്റാൻ ആദ്യം വേണ്ടത് ആത്മനിയന്ത്രണമാണ്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. രാവിലെ അലാറം അടിച്ചാൽ അത് ഓഫ് ചെയ്തു വീണ്ടും കിടന്നുറങ്ങുന്ന ശീലം ആദ്യം മാറ്റുക. അലാറം കേൾക്കുന്ന നിമിഷം തന്നെ എഴുന്നേൽക്കുക. അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ കൃത്യമായി പ്ലാൻ ചെയ്യുക. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് അപ്പോൾ തന്നെ ചെയ്യുക. അലസതയെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച മറ്റൊരു വഴിയില്ല. രണ്ടാമത്തെ തെറ്റ് കൃത്യമായ ലക്ഷ്യങ്ങളില്ലാത്ത അവസ്ഥയാണ്. വടക്കുനോക്കിയന്ത്രമില്ലാത്ത ഒരു കപ്പൽ സമുദ്രത്തിൽ പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അത് കാറ്റടിക്കുന്ന ദിശയിലൊക്കെ ഒഴുകി നടക്കും. ഒരിക്കലും അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരില്ല. അതുപോലെ തന്നെയാണ് ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യന്റെ ജീവിതവും. ഒരിക്കലും ഗതിപിടിക്കാത്ത ആളുകളോട് നിങ്ങൾ അടുത്ത 5 വർഷത്തേക്കുള്ള നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു നോക്കൂ. അവർക്ക് കൃത്യമായ ഒരു മറുപടി ഉണ്ടാകില്ല. ഇന്ന് കിട്ടുന്ന ശമ്പളത്തിൽ അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുക, നാളെയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ സമയം കളയുക, ഇതൊക്കെയാണ് ഇവരുടെ രീതി. വിജയിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാകും. അവർക്ക് ഇന്ന് എന്തു ചെയ്യണം, ഈ മാസം എന്ത് നേടണം, അടുത്ത 5 വർഷം കൊണ്ട് എവിടെ എത്തണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ അവരുടെ മനസ്സിലുണ്ടാകും. ഈ ലക്ഷ്യമാണ് അവരെ എല്ലാ ദിവസവും രാവിലെ ഉണർത്തുന്നതും മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിക്കുന്നതും. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ അവിടെ എത്തും? ലക്ഷ്യങ്ങളില്ലാത്തതുകൊണ്ട് മാത്രം തങ്ങളുടെ കഴിവുകൾ മുഴുവൻ പാഴാക്കിക്കളയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നല്ല ബുദ്ധിയുണ്ടാകും, നല്ല കഴിവുണ്ടാകും, എന്നാൽ എന്ത് ചെയ്യണം എന്നൊരു ലക്ഷ്യമില്ലാത്തത് കാരണം അവർ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത് ജീവിതം തീർക്കുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം കണ്ടെത്തുക. അത് പണമാകാം, പ്രശസ്തിയാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതാകാം.
ലക്ഷ്യമെന്തായാലും അത് കൃത്യമായി എഴുതിവെക്കുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുക. ഓരോ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യുക. ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. മൂന്നാമത്തെ തെറ്റ് പരാജയത്തോടുള്ള ഭയവും മറ്റുള്ളവർ എന്തു ചിന്തിക്കും എന്ന വേവലാതിയുമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെ തകർത്ത ഒരു ചോദ്യമുണ്ട്: മറ്റുള്ളവർ എന്തു വിചാരിക്കും? ഈ ഒറ്റ ചോദ്യം കാരണം തങ്ങൾക്കിഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ കഴിയാത്തവർ, ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ കഴിയാത്തവർ, പുതിയ ബിസിനസ് തുടങ്ങാൻ കഴിയാത്തവർ എന്നിങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഗതിപിടിക്കാത്ത ആളുകളുടെ പ്രധാന പ്രശ്നം അവർ സ്വന്തം സന്തോഷത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നു എന്നതാണ്. ഒരു പുതിയ കാര്യം തുടങ്ങാൻ അവർക്ക് ആഗ്രഹമുണ്ടാകും. എന്നാൽ പരാജയപ്പെട്ടാൽ നാട്ടുകാർ എന്തു പറയും, കൂട്ടുകാർ കളിയാക്കില്ലേ, ബന്ധുക്കൾ കുറ്റപ്പെടുത്തില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്: നിങ്ങൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ സമൂഹം നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ അവർ നിങ്ങളെ അലസനെന്ന് വിളിക്കും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അഹങ്കാരിയെന്ന് വിളിക്കും. നിങ്ങൾ പരാജയപ്പെട്ടാൽ കഴിവില്ലാത്തവൻ എന്ന് വിളിക്കും. പിന്നെ എന്തിനാണ് ഈ ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നത്? ലോകത്ത് വിജയിച്ച എല്ലാവരും പലതവണ പരാജയപ്പെട്ടവരാണ്. പരാജയം എന്നത് വിജയത്തിന്റെ എതിർപ്പദമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഓരോ പരാജയവും നമുക്ക് പുതിയ പാഠങ്ങൾ നൽകുന്നു. പരാജയപ്പെടാൻ ഭയമില്ലാത്തവർക്ക് മാത്രമേ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയൂ. നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ മനസാക്ഷിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മറ്റാരുടെയും അഭിപ്രായങ്ങൾക്ക് കാത്തുനിൽക്കാതെ അത് ചെയ്യുക. നിങ്ങളെ കളിയാക്കുന്നവർ നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളെ പുകഴ്ത്താൻ മുൻപന്തിയിലുണ്ടാകും എന്നത് ഒരു വലിയ സത്യമാണ്. നാലാമത്തെ തെറ്റ് സ്വന്തം തെറ്റുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുകയും എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവമാണ്. ജീവിതത്തിൽ മുന്നോട്ടു പോകാത്ത ആളുകളുടെ ഏറ്റവും വലിയ വിനോദമാണ് തങ്ങളുടെ പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നത്. അവർക്ക് എപ്പോഴും പരാതികൾ മാത്രമായിരിക്കും. തനിക്ക് നല്ലൊരു ജോലിയില്ലാത്തതിന് കാരണം സർക്കാരിന്റെ കുഴപ്പമാണ്, താൻ ബിസിനസ്സിൽ പരാജയപ്പെട്ടത് പാർട്ട്ണർ ചതിച്ചതുകൊണ്ടാണ്, തനിക്ക് പഠിക്കാൻ കഴിയാത്തത് മാതാപിതാക്കൾക്ക് പണമില്ലാത്തതുകൊണ്ടാണ് തുടങ്ങി ലോകത്തുള്ള സകല കാര്യങ്ങളെയും അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരിക്കൽ പോലും താൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അവർ ചിന്തിക്കില്ല. ഇതിനെ ഇരവാദം അല്ലെങ്കിൽ വിക്ടിം മൈൻഡ്സെറ്റ് എന്ന് വിളിക്കാം. എപ്പോഴും താൻ ഒരു ഇരയാണെന്ന് സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇത്തരക്കാർ ഒരിക്കലും സ്വന്തം പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത കാലത്തോളം ഒരാൾക്കും ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി എന്ന സത്യം ആദ്യം അംഗീകരിക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിഞ്ഞേക്കാം, എന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. തെറ്റുകൾ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ തെറ്റുകളിൽ നിന്നും പഠിക്കാതെ മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഭീരുത്വമാണ്. ഇന്നലെ സംഭവിച്ച തെറ്റുകൾ ഇന്നത്തെ പാഠങ്ങളാക്കി മാറ്റുന്നവരാണ് നാളെയുടെ വിജയികൾ. അതിനാൽ കുറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കൈകളിൽ തന്നെ പിടിക്കുക. അഞ്ചാമത്തെയും അവസാനത്തെയും തെറ്റ് സമയത്തിന്റെ വില മനസ്സിലാക്കാതിരിക്കുകയും സമയം പാഴാക്കുകയും ചെയ്യുക എന്നതാണ്. പണം നഷ്ടപ്പെട്ടാൽ നമുക്കത് വീണ്ടും സമ്പാദിക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഒരു പരിധിവരെ നമുക്കത് തിരിച്ചുപിടിക്കാം. എന്നാൽ കടന്നുപോയ ഒരു നിമിഷം പോലും നമുക്ക് ഒരിക്കലും തിരികെ ലഭിക്കില്ല. ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പാഴാക്കുന്നത് അവരുടെ സമയമാണ്. ഒരു ലക്ഷ്യവുമില്ലാതെ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുക, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരിക്കുക, യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടി സമയം കളയുക, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന പരിപാടികൾ. അതേസമയം ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകൾക്ക് സമയത്തിന്റെ വില നന്നായി അറിയാം. അവർ തങ്ങളുടെ ഓരോ മിനിറ്റും വളരെ ശ്രദ്ധയോടെയാണ് ചെലവഴിക്കുന്നത്. സമയം എന്നത് പണത്തേക്കാൾ വിലപ്പെട്ടതാണെന്ന് അവർ മനസ്സിലാക്കുന്നു. നമ്മളിന്ന് ചെലവഴിക്കുന്ന സമയം നമ്മുടെ നാളെയെ നിർമ്മിക്കുന്നു. നിങ്ങളിന്ന് പുസ്തകങ്ങൾ വായിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി കൂടുതൽ ശോഭനമായിരിക്കും. മറിച്ചു നിങ്ങൾ സമയം വെറുതെ കളയുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടിവരും. നിങ്ങളുടെ ഒരു ദിവസത്തെ സമയം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്ന് ഒരു ഡയറിയിൽ എഴുതി നോക്കുക. എത്ര സമയം നിങ്ങൾ പ്രയോജനപ്രദമായ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു, എത്ര സമയം നിങ്ങൾ പാഴാക്കിക്കളഞ്ഞുവെന്ന് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. സമയം പാഴാക്കുന്ന ശീലങ്ങൾ കണ്ടെത്തി അവയെ പതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം 24 മണിക്കൂർ എന്നത് എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും ആ സമയം കൊണ്ട് ചിലർ ചരിത്രം സൃഷ്ടിക്കുന്നു, മറ്റു ചിലർ ചരിത്രത്തിന്റെ ഭാഗം പോലുമാകാതെ ജീവിച്ചു മരിക്കുന്നു. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. ജീവിതം എന്നത് നമുക്ക് ലഭിച്ച ഒരൊറ്റ അവസരമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അലസത, ലക്ഷ്യമില്ലായ്മ, പരാജയഭീതി, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ, സമയം പാഴാക്കൽ എന്നീ 5 തെറ്റുകൾ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. മാറ്റം എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിന് നിരന്തരമായ പരിശ്രമവും ക്ഷമയും ആവശ്യമാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയും.
സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക, കഠിനമായി പ്രയത്നിക്കുക. വിജയം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും കാണാം.